2019 ആഷസ് കാലം ലണ്ടൻ നഗരത്തിലെ ഭൂഗർഭ മെട്രോ സ്റ്റേഷനായ സെന്റ് ജോൺസ് വുഡിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അനൗൺസ്മെന്റ് അന്തരീക്ഷത്തിൽ അലയടിച്ചു. സ്റ്റീവൻ സ്മിത്തിനെ ഔട്ടാക്കാനുള്ള മാർഗം ആർക്കെങ്കിലും അറിയാമോ? ഇരട്ട സെഞ്ചുറി അടക്കം സ്വന്തമാക്കി ആഷസ് പരമ്പരയിൽ തൻ്റെ കരിയറിലെ പീക്ക് ഫോമിൽ സ്മിത്ത് ബാറ്റ് ചെയ്യവെയാണ് ഇങ്ങനെയൊരു അനൗൺസ്മെന്റ് വന്നത്. ഓസ്ട്രേലിയൻ ടീമിനെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററി സീരീസായ ദി ടെസ്റ്റിലാണ് ഇങ്ങനെയൊരു കാര്യം പറയുന്നത്. വർഷങ്ങൾക്കിപ്പുറം ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ ബർത്ത് ഉറപ്പിക്കാൻ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടുന്നു. ഇന്ത്യക്കിത് ആധിപത്യം നിലനിർത്താനുള്ള പോരാട്ടമാണെങ്കിൽ ഓസീസിനിത് മുറിവേറ്റവരുടെ പ്രതികാരമാണ്. പോയ 2 തവണയും തങ്ങളെ സ്വന്തം നാട്ടിൽ അപമാനിച്ച ഇന്ത്യയോട് പല കണക്കുകളും അവർക്ക് തീർക്കാനുണ്ട്. അന്ന് ഇംഗ്ലണ്ടിന് മുന്നിൽ വെല്ലുവിളി ഉയർത്തിയത് സ്മിത്താണെങ്കിൽ ഇന്ന് ഇന്ത്യക്ക് മുന്നിൽ മതിലുയർത്തുന്നത് ട്രാവിസ് മൈക്കൽ ഹെഡ് ആണെന്ന് മാത്രം. സമീപകാലത്തായി രോഹിത് ശർമ്മയെയും സംഘത്തെയും എവിടെ കണ്ടാലും അടിച്ചോടിക്കുന്ന ഹെഡ് സ്വന്തം മണ്ണിലും ഇതിനെ മാറ്റമൊന്നും വരുത്തിയില്ല. ഫോർമാറ്റുകളും മൈതാനങ്ങളും മാറി മാറി വന്നേക്കാം. എന്നാൽ ജസ്പ്രീത് ബുംറ അടക്കമുള്ള ലോകോത്തര ഇന്ത്യൻ ബൗളർമാർക്കെതിരെ അയാൾ ഫ്രണ്ട് ഫുട്ടിലും ബാക്ക് ഫുട്ടിലുമെല്ലാം നിർഭയമായി ബാറ്റ് വീശുന്നു. മൈറ്റി ഓസീസിൻ്റെ മൈൻഡ് സെറ്റുള്ള അഗ്രസീവ് ബാറ്റർ. രൂപത്തിലും ഭാവത്തിലും ഓസീസ് ടീമിലെ ഒറ്റയാനാണ് ഹെഡ്. ക്ലീൻ ഷേവുമായി നിൽക്കുന്നവർക്കിടയിൽ മീശയുള്ള വിൻറ്റേജ് ഓസ്ട്രേലിയൻ ലുക്ക്. 3ാം ടെസ്റ്റ് നടക്കുന്ന ഗാബയിലെ ബ്രിസ്ബെയിൻ ക്രിക്കറ്റ് ഗ്രൗണ്ടിലെ സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ കൗതുകമുയർത്തുന്ന കാര്യം കാണാനാകും. ഇവിടെ മുമ്പ് 3 തവണ കളിച്ച നേരവും ഹെഡ് 0-ന് കൂടാരം കയറിയത്. ദക്ഷിണാഫ്രിക്കയ്ക്കും വെസ്റ്റ് ഇൻഡീസിനുമെതിരെയാണ് ഹെഡ് നിരായുധനായി മടങ്ങിയത്. അതും നേരിട്ട് ആദ്യ പന്തിൽ തന്നെ. കളിക്ക് മുമ്പേ ഇന്ത്യക്ക് ആശ്വസിക്കാനുള്ള വകയുണ്ടായിരുന്നതും ഗാബയിലെ ഹെഡിൻ്റെ ഈ മോശം റെക്കോർഡിലായിരുന്നു. എന്നാൽ ഇന്ത്യ എതിരാളികളായി എത്തിയപ്പോൾ ഹെഡ് സർവ്വസംഹാരിയായി നിറഞ്ഞു കളിക്കുന്നതിനാണ് ബ്രിസ്ബെയിൻ മൈതാനം സാക്ഷ്യം വഹിച്ചത്. ഈ പരമ്പരയിൽ ഉടനീളം ആതിഥേയരുടെ കൗണ്ടർ അറ്റാക്കിങ്ങിൻ്റെ ചുമതല ഹെഡിനായിരുന്നു. പെർത്തിലെ ആദ്യ ടെസ്റ്റിൽ ഇന്ത്യ വിജയം നേടുമ്പോഴും 2ാം ഇന്നിംഗ്സിൽ 89 റൺസുമായി ഹെഡ് തലയുയർത്തി നിന്നു. അഡ്ലേഡിൽ ഇന്ത്യയുടെ 180 റൺസിൻ്റെ ആദ്യ ഇന്നിംഗ്സ് സ്കോർ പിന്തുടർന്ന ഓസീസ് ഒരു ഘട്ടത്തിൽ 103-3 എന്ന നിലയിൽ ബാക്ക് ഫുട്ടിൽ നിൽക്കവെയാണ് ഹെഡ് ക്രീസിലെത്തുന്നത്. തുടർന്ന് മാർണസ് ലബുഷേനുമായി നടത്തിയ രക്ഷാപ്രവർത്തനമാണ് കൂറ്റൻ സ്കോറിലേക്ക് ടീമിനെ എത്തിച്ചത്. പകലും രാത്രിയുമായി നടന്ന ടെസ്റ്റിൽ ഇന്ത്യൻ ബൗളിംഗ് അറ്റാക്കിങ്ങിനെ ഫലപ്രദമായി നേരിട്ട ഹെഡ് പരമ്പരയിലെ ആദ്യ സെഞ്ചുറിയും തൻ്റെ പേരിലാക്കി. അഡ്ലേഡിൽ നിന്ന് ഗാബയിലെത്തുമ്പോൾ ഇന്ത്യ ഏറ്റവും അധികം ഭയന്നതും ഹെഡിൻ്റെ ഈ വിസ്ഫോടന ബാറ്റിങ്ങിനെയായിരുന്നു. ഹർഷിത് റാണയ്ക്ക് പകരം ആകാശ് ദീപ് എന്ന ബോളറെ ആദ്യ 11-ൽ എത്തിച്ചതിനു പിന്നിലും ഹെഡിനെ ആദ്യമേ പിടികൂടുക എന്ന ലക്ഷ്യമായിരുന്നു. ലബുഷേനിൻ്റെ വിക്കറ്റ് നഷ്ടമായി 75-3 എന്ന നിലയിൽ ഓസീസ് പ്രതിരോധത്തിൽ നിൽക്കവെയാണ് ഹെഡ് ബാറ്റിങ്ങിനിറങ്ങുന്നത്. നിലയുറപ്പിച്ചാൽ ഹെഡിനെ പുറത്താക്കുക അസാധ്യമാണെന്ന് ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്ക് നന്നായി അറിയാം. താരത്തിൻ്റെ വീക്ക്നെസ്സായ ഷോർട്ട് പിച്ച് പന്തുകൾ പരമാവധി എറിഞ്ഞ് കെണിയിൽ കുരുക്കുക എന്ന തന്ത്രമായിരുന്നു രോഹിത് പ്രയോഗിച്ചത്. ഓഫ് സൈഡിൽ നന്നായി കളിക്കുന്ന താരത്തിനെതിരെ വിക്കറ്റ് പന്തെറിഞ്ഞുകൊണ്ടുള്ള ശ്രമവും വിജയം കണ്ടില്ല. ആക്രമണമാണ് ഏറ്റവും നല്ല പ്രതിരോധമെന്ന തൻ്റെ സ്ഥിരം ശൈലിയിൽ ഹെഡ് ഇന്ത്യൻ പേസർമാരുടെ ആത്മവിശ്വാസത്തെ തകർത്തു. ഒടുവിൽ ഇന്ത്യ പ്രതീക്ഷിച്ചത് തന്നെ സംഭവിച്ചു. 2ാം ദിനം ഓസീസ് സ്കോറിംഗ് അതിവേഗം ഉയർന്നു. 160 പന്തിൽ 152 റൺസ് അടിച്ചെടുത്താണ് ഹെഡ് മടങ്ങിയത്. ഹെഡിൻ്റെ പ്രഹരശേഷിയിൽ ഇന്ത്യ പൊള്ളുന്നത് ഇതാദ്യമല്ല. തുടർച്ചയായ 2ാം തവണയും ഇന്ത്യ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിനെത്തിയപ്പോഴും ആ ഇടങ്കേയൻ ബാറ്റർ ഇന്ത്യയുടെ സ്വപ്നങ്ങൾ തച്ചുടക്കാൻ അവിടെയുണ്ടായിരുന്നു. 1ാം ഇന്നിംഗ്സിൽ 163 റൺസ് നേടിയ ഹെഡിൻ്റെ ബാറ്റിംഗ് മികവിലാണ് ഓസീസ് അന്ന് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ മുത്തമിട്ടത്. ഏകദിന ലോകകപ്പിൽ അതിഗംഭീരമായി മുന്നേറിയ ഇന്ത്യൻ സംഘത്തെ കണ്ണീര് കുടിപ്പിച്ചതും അയാൾ തന്നെയായിരുന്നു. അഹമ്മദാബാദ് സ്റ്റേഡിയത്തിലെ 1 ലക്ഷത്തിലധികം ഇന്ത്യൻ ആരാധകരെ നിശബ്ദമാക്കിയ ഇന്നിംഗ്സ്. ഗാബയിലെ സെഞ്ചുറി കൂടിയായതോടെ ഇന്ത്യക്കെതിരെ 1000 റൺസ് എന്ന മാന്ത്രിക സംഖ്യയിലേക്കും ഹെഡ് ചുവടുവെച്ചു. ഇതുവരെ 13 ടെസ്റ്റിലെ 22 ഇന്നിംഗ്സുകളിൽ നിന്നായി 1107 റൺസാണ് ഹെഡിൻ്റെ സമ്പാദ്യം. എല്ലാ ഫോർമാറ്റിലുമായി 30 മാച്ചിൽ നിന്ന് 1707 റൺസും ഇന്ത്യക്കെതിരെ ഹെഡ് അടിച്ചെടുത്തു. ഹെഡിൻ്റെ അഗ്രസീവ് ബാറ്റിംഗ് ശൈലിയെ മുൻ ഓസീസ് താരം ആഡം ഗിൽക്രിസ്റ്റുമായാണ് റിക്കി പോണ്ടിംഗ് താരതമ്യപ്പെടുത്തുന്നത്. പ്രതിഭകൾക്ക് ക്ഷാമമില്ലാത്ത ഓസീസ് ടീമിൽ അല്പം വൈകിയെത്തിയ പ്രതിഭയാണ് ഹെഡ്. ഇന്ന് 3 ഫോർമാറ്റിലും ഓസീസിന് വിശ്വസിക്കാവുന്ന ബാറ്ററായി അയാൾ മാറിയിരിക്കുന്നു. ഒരു കംപ്ലീറ്റ് പാക്കേജ്. ഹെഡിനെ ആദ്യമേ പൂട്ടാൻ ഇനി എന്ത് അസ്ത്രങ്ങളാണ് ഇന്ത്യയുടെ കയ്യിൽ ബാക്കിയുള്ളത്? ഈ സീരീസിൻ്റെ വിധി ഒരു പരിധിവരെ അതിനനുസരിച്ചിരിക്കും.